അപ്പൊ തുടങ്ങാല്ലേ? ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? നമസ്കാരം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതിപ്പോ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ഞാൻ ചോദിക്കുന്നതിന് കാരണമുണ്ട്. മുതലാളി, ആവേശം ഒന്നിനൊരു പരിഹാരമല്ല. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഞാൻ തിരിച്ചു പറയുന്നു, 50% ഹിന്ദു ഉള്ള സ്ഥല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയം എന്താ? ഇത് വാക്കാർക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ചോദ്യം ചോദിച്ചാൽ പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറെ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ ഇനി എന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്റെ പോയിന്റ് ഞാൻ പറയണം. നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. പിന്നെ അതുമ്പോ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയം എന്താ? ഇത് വാക്കാർക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ചോദ്യം ചോദിച്ചാൽ പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറെ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദം ഒന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. നിനക്ക് പ്രാന്താളി വേടാ പന്നി. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വെളി ഇറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ നോക്കി പേടിപ്പിക്കുന്നോ? ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക. എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.